हर पल यीशु के संग में, हर रोज उसके सहारे, हर पल यीशु के संग में, हर रोज उसके सहारे। जुदा में हो नहीं सकता तुझसे मेरे यीशु प्यारे। जुदा में हो नहीं सकता तुझसे मेरे यीशु प्यारे। मोहब्बत है, मोहब्बत है, मोहब्बत है यीशु से। मोहब्बत है, मोहब्बत है, मोहब्बत है यीशु से। വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നമുക്ക് തരുന്ന വചനം മത്തായി 3:16 17 വാക്യം. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോട്ടെ. യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറന്നു. ദൈവാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി തൻ്റെ മേൽ വീഴുന്നത് അവൻ കണ്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദവും ഉണ്ടായി. ദൈവത്തെ അനുസരിക്കാൻ വേണ്ടി തന്നെക്കാൾ താഴ്ന്ന ഒരാടെ അടുക്കൽ തലകുനിച്ച് ദൈവ ഇഷ്ടം നിവർത്തിക്കാൻ ഇറങ്ങിയ യേശു സ്നാനപ്പെട്ട് കയറി പ്രാർത്ഥിച്ചപ്പോൾ എന്താ സംഭവിക്കുന്നത്? അത്ഭുതകരമായ കാര്യങ്ങൾ നടക്കുകയാണ്. 1, സ്വർഗം തുറന്നു. 2, ദൈവാത്മാവ് ഇറങ്ങി. 3, ദൈവശബ്ദം കേട്ടു. ആ ദൈവശബ്ദം എന്നൊക്കെ പറഞ്ഞ എന്താണ്? ഒരു സാധാരണ ദൈവശബ്ദമല്ല. എൻ്റെ പ്രിയപുത്രൻ, ഇവരിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അതെ, നിങ്ങൾ ദൈവശബ്ദങ്ങൾ അനുസരിക്കുമോ? ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുമോ? നിങ്ങളുടെ മുമ്പിൽ ഇന്ന് വരെ തുറക്കാത്തതെല്ലാം തുറക്കും. ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ ചെയ്യാൻ താമസിക്കരുത്. ദൈവത്തിൻ്റെ ഒരു കൽപ്പന അനുസരിക്കാൻ താമസിക്കരുത്. അതിനകത്ത് 100 സംശയങ്ങളും വാദങ്ങളൊന്നും പറയും. വചനമുണ്ടോ? ആമേൻ. അതിനകത്ത് നിങ്ങൾ ഒത്തിരി തർക്കിക്കരുത്. കാരണം ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയാണ് നിങ്ങൾ താഴ്ത്തുന്നത്. യേശു അങ്ങനെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി തന്നെക്കാൾ താഴ്ന്ന ഒരു മനുഷ്യന്റെ മുമ്പിൽ തല കുനിച്ചു കൊടുത്തപ്പോൾ സ്വർഗം തുറന്നു. ഭയങ്കര തുറവികൾ നിങ്ങൾക്കുണ്ടാകാൻ പോവുകയാണ്. ഞാനിവിടെ മറ്റൊരു സന്ദേശം കൂടെ തരാം. പ്രാർത്ഥിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പ്രാർത്ഥിക്കുമ്പോൾ ആത്മലോകം തുറക്കും. പ്രാർത്ഥിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പരിശുദ്ധാത്മാവ് ഇറങ്ങും. പ്രാർത്ഥിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ദൈവശബ്ദം ഉണ്ടാകും. ആമേൻ. ഞാൻ നിങ്ങളോട് പറയും, നിങ്ങളുടെ പ്രാർത്ഥന മുറി അരോചകമായ ചില സ്ഥലങ്ങളാകത്തില്ല, മറിച്ച് ഇതുവരെ കാണാത്ത ആത്മമണ്ഡലങ്ങൾ കാണുന്ന ഇടമായി മാറും. നിങ്ങളുടെ മേൽ ഭയങ്കര നിറവുകൾ വ്യാപരിക്കും. പരിശുദ്ധാത്മാവിനെ അധികം കിട്ടും. തീർന്നില്ല. നിങ്ങൾ ആരാണെന്ന് പറയും? ദൈവമകനാണ്. നിങ്ങൾ എന്താണ് ദൈവം ചെയ്തെന്ന് പറയും? ദൈവപ്രസാദം എന്ന് പറയും. നിങ്ങളുടെ പ്രാർത്ഥന ലൈഫ് നിങ്ങളെ ടോട്ടലി മാറ്റാൻ പോവുകയാണ്. ഇന്ന് ഞാൻ ഈ വചനം പറയുമ്പോൾ പരിശുദ്ധാത്മ പറയുന്നു, ചില വലിയ തുറവികൾ ഉണ്ടാകും. സ്വർഗം തുറക്കും, വചനം തുറക്കും, കണ്ണുകളെ തുറക്കും, പുതിയ വഴികൾ തുറക്കും. കാരണം നമ്മുടെ ദൈവം ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുന്നവന്, ദാവീദിന്റെ താക്കോലുള്ളവന്. നിങ്ങളുടെ ലൈഫിൽ വലിയ തുറവികളുണ്ട്. ഞാനിത് പറയുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് എനിക്കൊരു ബോധ്യം തരുന്നു. വർഷങ്ങളായി കിടക്കുന്ന ചില ലോക്കുകൾ പൊട്ടുകയാണ്. ലോക്കായി കിടക്കുന്ന ചിലത് പൊട്ടുകയാണ്. ഒരു ഭയങ്കര തുറവിയുണ്ട്. അടഞ്ഞുപോയ ചില വാതിലുകൾ തുറക്കും. അടഞ്ഞുപോയ ചില വഴികൾ തുറക്കും. അടഞ്ഞുപോയ ചില ബന്ധങ്ങൾ തുറക്കും. അടഞ്ഞുപോയ ചില ഉറവകൾ തുറക്കും. നഷ്ടപ്പെട്ട ചില കണക്ഷൻസുകൾ ദൈവം തരാൻ പോവുകയാണ്. കാരണം തുറക്കുന്നൊരു ദൈവം. നിങ്ങൾ
നിങ്ങളുടെ പ്രാർത്ഥനാ മുറി സജീവമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഈ ദൂതുകൾ നിങ്ങൾക്ക് തന്ന ഒരു ആത്മമണ്ഡലത്തിൻ്റെ വലിയ ഒരു തുറവി നിങ്ങൾക്ക് സംഭവിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഈ ദൂത് ഏറ്റെടുത്തൊന്ന് പ്രാർത്ഥിക്കാം. ആമേൻ. യേശുവേ, ഞങ്ങൾ ഈ വചനത്തിനായി നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങളുടെ മീതെ അങ്ങ് ചിലത് തുറക്കുവാൻ പോകുന്നതിന് സ്തോത്രം ചെയ്യും. കർത്താവ്, ഞങ്ങൾക്ക് സ്വർഗം എപ്പോഴും തുറന്നിരിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. കർത്താവിൻ്റെ ഹൃദയങ്ങൾ കർത്താവെ ഞങ്ങൾ അങ്ങേക്കായി ഞങ്ങൾ തുറക്കുന്നു. യേശുവേ, ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഞങ്ങൾക്കായി തുറന്നു തരുന്ന ആത്മതലത്തിനായി സ്തോത്രം ചെയ്യുന്നു. ചില ദൈവശബ്ദങ്ങളെ അങ്ങ് ഞങ്ങൾക്കായി കേൾപ്പിക്കാൻ പോകുന്നതിന് നന്ദി പറയും. ഈ വചനം കേൾക്കുന്ന വ്യക്തിയെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അവരുടെ ജീവിതത്തിൽ, അവരുടെ കുടുംബത്തിൽ പുതിയ ആത്മതലങ്ങൾ തുറന്നു വരട്ടെ എന്ന് ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രിയപ്പെട്ടവരിന്ന് പ്രതീക്ഷയോടെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നത്. ആ പ്രതീക്ഷ ഒട്ടും മങ്ങത്തില്ല. അവർ ചില തീരുമാനമെടുക്കാൻ കാത്തിരിക്കുകയായിരുന്നു. അവർക്കൊരു കൺഫർമേഷൻ വേണമായിരുന്നു. കർത്താവ് അത് കൊടുത്തതിനായി സ്തോത്രം. ദൈവകൽപ്പന അനുസരിക്കുവാൻ മനുഷ്യരുടെ മുഖം നോക്കാതെ, വ്യക്തികളുടെ മുഖം നോക്കാതെ ഇടത്തിറങ്ങാൻ, ഇറങ്ങാൻ അവരെ സഹായിക്കണമേ. അവരെ ബലപ്പെടുത്തി പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർക്ക് വേണ്ടതെല്ലാം കൊടുക്കണം. ഒരു ഭയങ്കര പ്രൊട്ടക്ഷൻ ഉണ്ടാകണം. അവർ ലജ്ജിക്കപ്പെട്ട ഇടത്ത് ജനം കേൾക്കെ അവരെക്കുറിച്ചുള്ള അഭിമാനത്തിൻ്റെ ശബ്ദങ്ങൾ ഉണ്ടാകണമേ. ദൈവത്തിൻ്റെ ഓണറിങ്ങിന് അവർക്ക് ലഭിക്കാൻ പോകുന്നതിനായ സ്തോത്രം. ഡിവൈൻ ഹെൽത്തും, ഡിവൈൻ മണിയും, ഡിവൈൻ പ്രൊവിഷനും, ഡിവൈൻ വിസ്ഡവും, പ്രോസ്പറും യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെട്ടിരിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നിങ്ങൾ 1-2 വട്ടം ഈ വചനം കേട്ട് ഇതിനകത്ത് പറഞ്ഞ അനുഗ്രഹങ്ങളെ പ്രാപിക്കണം. ഒരു പ്രാർത്ഥനയുടെ ആത്മാവിനെ ദൈവം നിങ്ങളെ നിറയ്ക്കുന്നു. ധൈര്യത്തോടെ ഇന്നത്തെ നിങ്ങളുടെ ജോലികൾക്കും ഉത്തരവാദിത്തങ്ങൾക്ക് പോകാം. ഒരു പ്രത്യേക ദൈവത്തിൻ്റെ സാന്നിധ്യവും ഒരു പ്രത്യേക ദൂതനും കൂടെ ഉണ്ടായിരിക്കും. ഗോഡ് ബ്ലെസ് യു. ഷലോം. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി വരുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് പ്രാർത്ഥനയിലും എല്ലാ സഹകരണത്തിലും ഞങ്ങളോട് ഈ മീഡിയ മിനിസ്ട്രിയുടെ കൂടെ നിന്നു. ഞങ്ങൾക്ക് ഈ മീഡിയ മിനിസ്ട്രി മുമ്പോട്ട് കൊണ്ടുപോകാൻ ചില എക്യുപ്മെൻറ്റ്സുകൾ ആവശ്യമായി വന്നിരിക്കുന്നു. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും ഞങ്ങൾ ആവശ്യപ്പെടുന്നു.